ഹലോ, രാവിലെ സങ്കീർത്തിൽ വെളുപ്പിനെ വരുമ്പോൾ പേടിയാവില്ലേ, ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്നൊക്കെ പലരും ചോദിക്കും. ഞാനെന്തിനാ പേടിക്കണം? ഇനി നിങ്ങൾ പറ, ഇത്രയും പേര് ഇവിടെ ഉള്ളപ്പോൾ ഞാൻ പേടിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പം നിങ്ങൾ ചോദിക്കും, ഈ രൂപങ്ങൾക്ക് എന്താ ജീവനുണ്ടോ? നിങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരല്ലേ എന്നൊക്കെ. നിങ്ങൾ ഒരിക്കലും വിഗ്രഹങ്ങളെ ആരാധിക്കാറില്ല. വിശുദ്ധരെ വണങ്ങാനാണ് സഭ പഠിപ്പിച്ചിരിക്കുന്നത്. ദൈവത്തെ മാത്രം, അല്ലെങ്കിൽ ഈശോയെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ഈ പാട്ട് കേട്ടിട്ടില്ലേ? ആരാധനയെന്നും ഈശോയ്ക്ക് മാത്രം. അങ്ങനെയല്ലേ, ഈശോയ്ക്ക് മാത്രമേ ഉള്ളൂ. വിശുദ്ധരെ ഞങ്ങൾ വണങ്ങുക മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ രൂപങ്ങൾ പൊതുവിൽ വെഞ്ചരിക്കുമ്പോൾ നമ്മൾ ചെല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്. കർത്താവായ ഈശോയെ, നിൻ്റെ മഹത്വത്തിനായി ഞങ്ങൾ സ്ഥാപിക്കുന്ന ഈ രൂപം അങ്ങയുടെ ഓർമ്മ ഞങ്ങളിൽ എന്നും നിലനിർത്തട്ടെ എന്നാണ്. നേരെ തിരിച്ച് വിശുദ്ധരുടെ ആണെങ്കിൽ, വിശുദ്ധരുടെ ജീവിതം ഞങ്ങൾക്ക് പ്രചോദനമാകട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ രൂപത്തിന് മുൻപ് ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ അങ്ങയുടെ ഓർമ്മ ഞങ്ങളിൽ നിലനിർത്തട്ടെ എന്നൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. ഇനി ഈ രൂപം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ആ രൂപത്തിൻ്റെ സ്ഥാനത്ത് വേറൊരു രൂപം വെഞ്ചരിക്കുന്നു, അവിടെ സ്ഥാപിക്കുന്നു. അത്രമാത്രം. നമ്മുടെ വീട്ടിലൊരാൾക്ക് നമ്മുടെ ഒരാളുടെ ഫോട്ടോ എടുത്ത് നമ്മളൊരു ഉമ്മ കൊടുക്കുമ്പോൾ ആ ആൾക്ക് ഉമ്മ കൊടുത്ത പോലെ ആ ഒരു മെൻറ്റാലിറ്റി തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. വിശുദ്ധർ കാണിച്ചു തന്നൊരു മാതൃകയുണ്ടല്ലോ, ആ മാതൃകയാണ് നമ്മൾ പിന്തുടരുന്നത്. അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ രൂപങ്ങൾ സ്ഥാപിക്കുന്നത്. അതുകൊണ്ട് ഇനിമേലാൽ ഞങ്ങൾ വിഗ്രഹാരാധകരാണെന്നും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരാണെന്നും എന്നൊന്നും പറയരുത്. വിശുദ്ധരെ വണങ്ങുന്നു, ഈശോയെ മാത്രമേ ആരാധിക്കാറുള്ളൂ. ഇനിയും ആധികാരികമായിട്ട് അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ എന്നിട്ട് എല്ലാവരും പറയുന്ന പോലെ എനിക്ക് DM ചെയ്താൽ മതി, DM. അപ്പം ഞാൻ മറുപടി പറയാം. പിന്നൊരു കാര്യം, ഇതുപോലെ ഇഷ്ടംപോലെ സംശയങ്ങൾ ചോദിച്ചവരുണ്ട്. അവർക്കുള്ള മറുപടിയായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.